അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, IPH പുറത്തിറക്കിയ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് ഖിലാഫത്തും രാജവാഴ്ചയും എന്ന അബുൽ ആല മൗദൂദി സാഹിബിൻ്റെ പുസ്തകം. ഈ ഗ്രന്ഥത്തിലെ 85-ാമത്തെ പേജിൽ മൗദൂദി സാഹിബ് എഴുതുകയാണ്: ഹസ്രത്ത് ഉസ്മാൻ സ്വീകരിച്ച നയനിലപാടുകളുടെ ഈ വശം നിസ്സംശയം തെറ്റായിരുന്നു. തെറ്റായ കാര്യം ഏതവസ്ഥയിലും തെറ്റു തന്നെയാണ്. അതാര് ചെയ്താലും അതിനെ വെള്ളപൂശി ശരിയാക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിപൂർവകമോ നീതീകരിക്കത്തക്കതോ അല്ല. സഹാബിയുടെ തെറ്റായി ഗണിക്കരുതെന്ന് ദീൻ ആവശ്യപ്പെടുന്നുമില്ല. എത്ര ഗൗരവമുള്ള വാക്കാണ് ഇവിടെ മൗദൂദി സാഹിബ് എഴുതി വച്ചിട്ടുള്ളത്. ഇവിടെ ഉദ്ധരിച്ച ഈ ഒരൊറ്റ ഭാഗം മാത്രം വായിച്ചാൽ മനസ്സിലാകും ജമാഅത്തെ ഇസ്ലാമി ഇന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോം എവിടെയാണ് എന്ന്. ഷിഈസത്തിൻ്റെ ആലയത്തിൽ പല വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും കെട്ടിയിട്ട ഒരു വിഭാഗമാണ് സുന്നികളുടെ വേഷം ധരിച്ചുകൊണ്ട് സ്വഹാബികളെ ആക്ഷേപിക്കുന്ന, ഷിഈസത്തിൻ്റെ വിശ്വാസം നമ്മളിലേക്ക് പ്രസരിപ്പിക്കുന്ന ഈ ഒരു അപകടം പിടിച്ച പ്രസ്ഥാനം. ഖിലാഫത്തും രാജവാഴ്ചയും എന്ന ഈ ഒരു ഗ്രന്ഥത്തിലെ 76-ാമത്തെ പേജ് മുതൽ വ്യതിയാനത്തിൻ്റെ ആരംഭം എന്ന് തുടങ്ങുന്ന ഒരു തലക്കെട്ടോടുകൂടി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നേരെയുള്ള ആക്രമണം അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിലൂടെ ആരംഭിക്കുന്നുണ്ട്. അതിൽ ചെറിയ ഒരു ഭാഗം നമുക്കിങ്ങനെ വായിക്കാം: എന്നാൽ പിന്നീട് അധികാരമേറ്റ ഹസ്രത്ത് ഉസ്മാൻ ഈ നയത്തിൽ നിന്ന് ക്രമേണ വ്യതിചലിച്ചു. തുടരെ സ്വന്തം ബന്ധുക്കളെ രാജ്യത്തിൻ്റെ ഉന്നത പദവികളിൽ നിയമിച്ചു. അതോടൊപ്പം പൊതുജനങ്ങളുടെ ആക്ഷേപത്തിനിടയാക്കുന്ന പക്ഷപാതപരമായ മറ്റു ചില നടപടികളും അദ്ദേഹത്തിൽ നിന്നുണ്ടായി. യഥാർത്ഥത്തിൽ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന ഗ്രന്ഥത്തിലൂടെ മൗദൂദി സാഹിബ് വിമർശിക്കുന്ന ഓരോ ആരോപണങ്ങളും അബ്ദുള്ള ഇബ്നു സബയിൻ്റെ അനുയായികളായ സബയിയാക്കൾ പ്രചരിപ്പിച്ച ഫിത്നയുടെ പ്രചാരണങ്ങളാണ്. അവർ കെട്ടിച്ചമച്ച ഓരോ പ്രചരണങ്ങൾക്കും വസ്തുനിഷ്ഠമായി അഹ്ലുസുന്നത്തിൻ്റെ പ്രാമാണികരായ പണ്ഡിതന്മാർ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മുമ്പ് ഈ ഉള്ളവൻ ഷിഈസത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ അതിൻ്റെ 2-ാം ഭാഗത്തിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ ഈ വിഷയസംബന്ധമായിട്ടുള്ളത് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മൗദൂദി സാഹിബിന് സംഭവിച്ച അബദ്ധം എന്താണ് എന്ന് തിരിച്ചറിയാൻ അത് നമുക്കൊന്ന് കേൾക്കാം. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നേരെ ഉന്നയിച്ച ഒന്നാമത്തെ ആരോപണം അത് അദ്ദേഹം തൻ്റെ ബന്ധുക്കളെ ഗവർണർമാരാക്കി നിശ്ചയിച്ചു എന്നതാണ്. ബന്ധുക്കൾക്ക് അദ്ദേഹം അധികാരം നൽകിക്കൊണ്ട് ആശ്രിത വാത്സല്യം കാണിച്ചു എന്നതാണ് അദ്ദേഹത്തിന് നേരെ ആരോപണമായി ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകിയ ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹു, അബ്ദുള്ള ഇബ്നു അബി സർഹ് റളിയല്ലാഹു അൻഹു, വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുള്ള ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ഇവർക്കൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകിക്കൊണ്ട് ഗവർണർമാരായി നിശ്ചയിച്ചു കൊടുത്തത് എന്ന ആരോപകരായ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ച വിഷയമാണ് നമുക്ക് ആദ്യം പരിശോധിക്കാനുള്ളത്. ഈ എടുത്തു പറഞ്ഞ ആളുകളെ കൂടാതെ എത്രയോ ആളുകളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഗവർണർമാരായി നിശ്ചയിച്ചിട്ടുണ്ട്. അബു മുസൽ അശ്ശരി, ഖഖാ ഇബ്നു അംർ, ജാബിറുൽ മുസ്നി, ഹബീബ് ഇബ്നു മസ്ലമ, അബ്ദുറഹ്മാൻ ഇബ്നു ഖാലിദ് ഇബ്നു വലീദ്, അബുൽ അഅ്വർ സുൽമി, ഹക്കീം ഇബ്നു സലാമ, അശ്അസ് ഇബ്നു ഖൈസ്, ജരീർ ഇബ്നു അബ്ദുല്ല അൽ ബിജലി, ഉത്തൈബത്ത് ഇബ്നു നഹാസ്, മാലിക് ബിൻ ഹബീബ്, നസീറുൽ അജലി, സായിബ് ബിനുൽ അഖ്റ, സഈദ് ബിൻ ഖൈസ്, സൽമാൻ ബിൻ റബീഅ, ഖുനൈസ് ബിൻ ഖബീഷ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. സഹോദരങ്ങളെ, ഇത്രയും പേരുകൾ ഇവിടെ എടുത്തു പറഞ്ഞത്, ഈ പേരുകൾ കേട്ട നിമിഷം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇവിടെ ആരോപകർ എടുത്തു പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുക്കളായ ആളുകളേക്കാൾ എത്രയോ അധികമാണ് കുടുംബക്കാരല്ലാത്ത ഈ പേരെടുത്തു പറഞ്ഞ ആളുകൾ. സഹോദരങ്ങളെ, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ഖുറൈശികളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമായ ബനു ഉമയ്യയിൽ നിന്നുള്ളവരെക്കാൾ കൂടുതൽ ഗവർണർമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നതായി നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. കാരണം അവർ എണ്ണത്തിൽ കൂടുതലുള്ള ആളുകളാണ്, പദവിയും നേതൃത്വപാഠവുമുള്ള ആളുകളാണ് ബനു ഉമയ്യയിൽപ്പെട്ട ആളുകളെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രമായ ഈ ബനു ഉമയ്യയിൽ നിന്ന് 5 ആളുകളെ ഗവർണർമാരായി പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നിയമിച്ചിട്ടുള്ളതാണ്.
അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലേതുപോലെ വിശാലമായ ഒരു സാമ്രാജ്യം ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അന്ന് നിലവിൽ വന്നിട്ടില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 ആളുകളെ ഈ ബനു ഉമയ്യയിൽ നിന്ന് ഗവർണർമാരായി നിയമിച്ചിട്ടുണ്ട്. അത്താബ് ഇബ്നു ഉസൈദ്, അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, ഖാലിദ് ഇബ്നു സഈദ്, ഉസ്മാൻ ഇബ്നു സഈദ്, അബാൻ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗവർണർമാരായി നിയമിച്ച ബനു ഉമയ്യയിലെ ആ 5 ആളുകൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ. സഹോദരങ്ങളെ, പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന് കീഴിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയമിച്ച ബനു ഉമയ്യയിലെ ഗവർണർമാർ അവരും 5 ആളുകളാണ്. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ 5 ആളുകളെയും ഒരേ സമയത്ത് തന്നെ ഗവർണർമാരായിട്ട് നിയമിച്ചിട്ടില്ല. വലീദ് ബിൻ ഉഖ്ബത്തിനെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയ സമയത്താണ് ആ സ്ഥാനത്ത് സഈദ് ബിൻ ആസിനെ ഗവർണറായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തുന്നത്. അതായത് ബനു ഉമയ്യയിലെ 5 ആളുകളെയും ഒരേ സമയത്ത് ഗവർണർമാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതേ സഈദ് ബിൻ ആസിനെ ആ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാറ്റിയിട്ടുണ്ട് എന്നത് കൂടി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ബനു ഉമയ്യയിൽ നിന്ന് 3 ആളുകൾ മാത്രമാണ് ഗവർണർ പദവിയിൽ ഉണ്ടായിരുന്നത് എന്ന ചരിത്രം നമ്മൾ ആദ്യം തിരിച്ചറിയണം. ആ 3 ആളുകളാണ് മുആവിയ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബി സർഅ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ആമിർ ബിൻ ഖുറൈസ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഇവിടെ പ്രത്യേകം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയ ആ 2 ഗവർണർമാർ, അതായത് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവും സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവും, അവർ 2 ആളുകളെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് അത് കൂഫയിൽ നിന്നാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും ഇതേ കൂഫയിൽ നിന്നാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് കുപ്രസിദ്ധമായ കൂഫയുടെ ഒരു പ്രത്യേകതയാണ് എന്നതാ സഹോദരങ്ങളെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കൂഫക്കെതിരെയാണ് പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ കൂഫക്കാരാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വഞ്ചിച്ചിട്ടുള്ളത്. ആ കൂഫക്കാരാണ് മുസ്ലിം ഇബ്നു അഖീലുമായുള്ള കരാറ് ലംഘിച്ചു കളഞ്ഞത്. ആ കൂഫക്കാരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞത്. അതേ കൂഫക്കാരാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധു നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഫിത്നകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടക്കം കുറിച്ചത് എന്ന് പ്രത്യേകം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ഈ കൂഫക്കാർ ഒരിക്കലും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണർമാരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആരോപണ വിധേയരായ കൂഫയിലെ ഗവർണർമാരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ആക്ഷേപമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരിക്കലും ഉന്നയിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയോഗിച്ച ഓരോ ഗവർണർമാരും അവരുടെ നിയമനങ്ങളിൽ യോഗ്യതയുള്ള അർപ്പണബോധമുള്ള ആളുകളായിരുന്നു എന്നത് അറിയപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ ആളുകളിൽ പ്രാപ്തനായ ആളുകളെ ഗവർണർ സ്ഥാനം ഏൽപ്പിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബൈദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, തമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഈ 4 ആളുകളെയും അലി റളിയല്ലാഹു അൻഹു ചുമതല ഏൽപ്പിച്ച ഗവർണർമാരായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവായിരുന്നു എന്നത് നമ്മളിവിടെ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിലുണ്ടായ ഒരു മകൻ, അതായത് മുഹമ്മദ് ബിൻ അബീബക്കർ റഹിമഹുല്ല, അതുപോലെ തന്നെ അവരുടെ സഹോദരി ഉമ്മുഹാനിയുടെ മകൻ അബ്ദുറഹ്മാൻ, ഇവരൊക്കെ അലി റളിയല്ലാഹു അൻഹു വിവിധ പ്രദേശങ്ങളിൽ ഗവർണർമാരായി ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ ആരും തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ ഇതിൻ്റെ പേരിൽ വിമർശിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബക്കാർക്ക് പല പദവികളും നൽകിയെന്ന ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു തൻ്റെ ബന്ധുക്കളിൽ നിന്ന് അധികാരമേൽപ്പിച്ച ആളുകളിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഒഴികെയുള്ള മറ്റാളുകളെക്കാൾ എത്രയോ മഹത്തുക്കളും പദവികളുമുള്ള ആളുകളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരമേൽപ്പിച്ച ആ സ്വഹാബികൾ.
ആരാണ് ആ സ്വഹാബികൾ? എന്താണ് അവർക്കുള്ള പ്രത്യേകത? ഇക്കാര്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലെ ഒരു മികച്ച ഗവർണറായിരുന്നു എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ഷാമുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഷാമുകാർ അദ്ദേഹത്തെ തീവ്രമായി തന്നെ സ്നേഹിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും ഈ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിയോഗിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ചെയ്തതെന്താ? ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്ത ആ ഗവർണർ സ്ഥാനം അത് നിലനിർത്തിക്കൊണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്ന വഹി എഴുതാൻ ചുമതലപ്പെടുത്തിയ വിശ്വസ്തരായ സ്വഹാബികളിൽപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ നേതാക്കളിൽ ഏറ്റവും മികച്ചവരായിട്ടുള്ളവരെന്ന്. അവർ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന. സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ ആ മികച്ച നേതാക്കളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയ സ്ഥാനം എന്തടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ വിമർശിക്കാൻ സാധിക്കുന്നത്? ഇനി സഹോദരങ്ങളെ, രണ്ടാമത്തെ വ്യക്തി അത് അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിലെ വളരെ പ്രമുഖനായ വ്യക്തിത്വമാണ്. ഒരവസരത്തിൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പുറത്തുപോയ വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് ധാരാളമായി തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആത്മാർത്ഥമായി മടങ്ങി വന്ന വ്യക്തിയാണ്. ഇമാം അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് അദ്ദേഹത്തിൻ്റെ ബൈഅത്ത് സ്വീകരിക്കണം. അദ്ദേഹം തൗബ ചെയ്ത് തിരിച്ചു വന്ന വ്യക്തിയാണ് എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് ആദ്യം ആ ബൈഅത്ത് സ്വീകരിച്ചില്ല. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമതും മൂന്നാമതും ആ കാര്യം ആവർത്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈ അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുകയും അദ്ദേഹത്തിൽ നിന്നുള്ള ആ ബൈഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ വ്യക്തി ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു എന്നതാണ് പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ആഫ്രിക്ക ജയിച്ചടക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകിയിട്ടുള്ളത് എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വിദ്യാർത്ഥിയും മറന്നുപോകാൻ പാടില്ലാത്ത ഒരു ചരിത്രമാണ് അത്. ഇമാം ദഹബി റഹിമഹുല്ല സിയർ അലാമിൻ നുബിലായിൽ രേഖപ്പെടുത്തിയത്, അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് റളിയല്ലാഹു അൻഹു അതിര് കവിഞ്ഞ വ്യക്തിയല്ല എന്ന. മക്ക വിജയ വർഷത്തിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ആക്ഷേപകരമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹം ഏറ്റവും നല്ല ബുദ്ധിമാനായ ഉദാരമതിയായ ഒരു സഹാബിയായിരുന്നു എന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്രയും കഴിവുകളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ജയിച്ചടക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ഒരു സ്വഹാബിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകി എന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അതിനെ വിമർശിക്കാൻ സാധിക്കുന്നത്? ഇനി സഹോദരങ്ങളെ, മൂന്നാമത്തെ വ്യക്തി അത് സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഉത്തമനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇമാം ദഹബി റഹിമഹുല്ല സിയർ അലാമിൻ നുബിലായിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഖലീഫയാകാൻ അനുയോജ്യനായ വ്യക്തിയായിരുന്നു സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നാണ്. ശ്രദ്ധിക്കണം, ഗവർണറാകാൻ എന്നല്ല, ഖലീഫയാകാൻ അനുയോജ്യനായ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് ഇമാം ദഹബി വിശേഷിപ്പിച്ചത്. മാന്യനും ഉദാരശീലനും വിവേകമതിയും ഭയഭക്തിയും മനക്കരുത്തുമൊക്കെയുള്ള ഉത്തമ വ്യക്തിത്വമായിരുന്നു സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഇത്രയും കഴിവുകളാൽ പ്രശംസിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകിയെന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് വിമർശിക്കാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട നാലാമത്തെ വ്യക്തി അത് അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു ഖുറൈസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ സ്വഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചതുപോലെ കിസ്റയുടെ നാടുകളും അതുപോലെ ഖുറാസാനുമൊക്കെ ഇസ്ലാമിന് വേണ്ടി ജയിച്ചടക്കിയത്. പേർഷ്യൻ രാജ്യം പൂർണ്ണമായി ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കടന്നു വന്നത് അത്
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് സമയത്ത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ നായകത്വത്തിലാണ് സജസ്ഥാൻ, കർമാൻ ഇതുപോലെയുള്ള മറ്റു പല നാടുകളും അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആണ് കീഴടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ദഹബി റഹിമഹുല്ല സീറ അലാമുൻ നുബിലയിൽ രേഖപ്പെടുത്തിയത് അദ്ദേഹം അറബ് രാജാക്കന്മാരിലും ധീരന്മാരിലും ഉദാരമതികളിലുമൊക്കെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളിൽ ഒരാളാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കഴിവും ധീരതയുമൊക്കെയുള്ള ഒരു വ്യക്തിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം നൽകിയതിനെ ഏത് അളവുകോൽ വെച്ചുകൊണ്ടാണ് വിമർശിക്കാൻ സാധിക്കുക? ഇനി സഹോദരങ്ങൾ, അഞ്ചാമത്തെ വ്യക്തി അത് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു ആണ്. വലിയ നേതൃത്വ പാടവമുള്ള, യുദ്ധരംഗത്ത് മികച്ച പോരാട്ട വൈദ്യമുള്ള വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ മേഖലയിൽ ഒരുപാട് പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 5 വർഷക്കാലം കൂഫയിലെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സാധാരണക്കാരായ ഏതൊരാൾക്കും അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കാനും അദ്ദേഹത്തോട് നേരിട്ട് ആക്ഷേപങ്ങൾ പങ്കുവെക്കുവാനും എല്ലാ ആളുകൾക്കും അദ്ദേഹം തുറന്ന അവസരം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ അത് അദ്ദേഹം അടച്ചിരുന്നില്ല എന്നാണ് ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് ഈ നിലക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. എന്നാലും കൂഫക്കാരുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. ആരിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂനത കണ്ടെത്താൻ വേണ്ടി അവർ നന്നായി പരിശ്രമിക്കും. അങ്ങനെ ഈ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും കൂഫക്കാരായ ചില ആളുകൾ 2 ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഒന്നാമത്തെ ആക്ഷേപം സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ച് വ്യക്തമായി അറിയണം. അറിയാതെ വിഡ്ഢിത്തത്തിൽ വല്ല ജനങ്ങൾക്കും നിങ്ങൾ ആപത്തുണ്ടാക്കുകയും എന്നിട്ട് നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൽപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ഒരു ആയത്ത് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് കൂഫക്കാരായ ആളുകൾ വാദിച്ചു. പക്ഷേ ആ വാദം തഫ്സീറുകളിൽ പ്രാമാണികമായി വന്നിട്ടുള്ള വിശദീകരണങ്ങൾക്ക് എതിരാണ് എന്ന് സഹോദരങ്ങളെ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയെ ബനുൽ മുസ്തലിഖിൻ്റെ സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി ആ ഗോത്രത്തിൻ്റെ അരികിലേക്ക് ഈ സ്വഹാബിയെ അയച്ചപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ആ നാട്ടുകാരെല്ലാം തൻ്റെ നേരെ കൂട്ടം കൂട്ടമായി വരുന്നതാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ട് പറഞ്ഞു, അവരെന്നെ കൊല്ലാൻ പുറപ്പെട്ടു വന്നിരിക്കുകയാണ് എന്ന്. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് ദേഷ്യം വരികയും അവരിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അതേ ദൗത്യവുമായിട്ട് അയക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് ഈ ആയത്ത് എന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ, ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ ഒരു പശ്ചാത്തലം അത് സത്യമാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു അവിടെ ഉദ്ദേശപൂർവ്വം കള്ളം പറഞ്ഞിട്ടില്ല എന്ന്. തനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ തൻ്റെ ധാരണയിൽ വന്ന ഒരു കാര്യം അത് തെറ്റായിപ്പോയി എന്നതാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരാളെ ഫാസിഖ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വിളിക്കുകയില്ല എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഈ വ്യക്തിക്ക് പല ചുമതലകളും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നൽകിയിട്ടുണ്ട് എന്നതുകൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഒക്കെ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു ശക്തനായ, വിശ്വസ്തനായ, നീതിമാനായ സ്വഹാബിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം ഒരു ഫാസിഖായിരുന്നു എങ്കിൽ ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ അദ്ദേഹത്തിന് ചുമതലകൾ ഏൽപ്പിക്കുമായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനി സഹോദരങ്ങളെ, വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂഫക്കാരുടെ 2-ാമത്തെ ആരോപണം, അതൊരു ദിവസം വലീദ് റളിയല്ലാഹു അൻഹു ലഹരിയിലായിക്കൊണ്ട് ഫജർ നമസ്കരിച്ചു എന്നും ആ ഫജർ നമസ്കാരത്തിന് സലാം വീട്ടിയ ശേഷം ഞാൻ അധികരിപ്പിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇന്നു മുതൽ താങ്കൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ മറുപടി പറഞ്ഞു എന്നതാണ് അവർ ഉന്നയിച്ച 2-ാമത്തെ ആരോപണം. ഇക്കാര്യം ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ അറിയിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാഹ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ മദ്യപാനിയുടെ ശിക്ഷ നടപ്പിലാക്കി എന്നതാണ് വിമർശകർ ഉന്നയിക്കുന്ന ആരോപണം.
വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആരോപണവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മേൽ നടപ്പിലാക്കിയ ശിക്ഷയും സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. എന്നാൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ചർച്ച ചെയ്ത പല സംഭവങ്ങളും വിസ്മരിച്ചുകൊണ്ടാണ് പല ആരോപകരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിലെ വീഴ്ചകളാണ് ഇത്തരം സംഭവങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കേവലം ഒരു ആരോപണം മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലമായിരുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയിലൂടെ ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തീർച്ചയായും പുറത്തു കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ ആരോപണ വിധേയനായ വ്യക്തി തൻ്റെ കുടുംബക്കാരനാണ് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുകയല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. മറിച്ച് അദ്ദേഹത്തിനെതിരെ സാക്ഷികളായി കൊണ്ടുവന്ന ആളുകളുടെ സാക്ഷ്യം അത് മുഖവിലക്കെടുത്തുകൊണ്ട് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വിധി നടപ്പിലാക്കിയതിലൂടെ അദ്ദേഹം മദ്യപിച്ചു എന്ന് പറയുന്ന കാര്യം അത് സ്ഥിരപ്പെട്ടു എന്ന് അതിന് അർത്ഥമില്ല സഹോദരങ്ങളെ. വലീദ് റളിയല്ലാഹു അൻഹു കൂഫയുടെ ഗവർണറായിരുന്ന സന്ദർഭത്തിൽ 2 ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ മദീനയിലേക്ക് വന്നിരുന്നു. ആ 2 ആളുകളിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങൾ വലീദ് ബിൻ ഉഖ്ബയെ ഫജർ നമസ്കാരത്തിൽ ലഹരി ബാധിച്ച നിലയിൽ കണ്ടു എന്നാണ്. അതിൽ രണ്ടാമത്തെ വ്യക്തി പറഞ്ഞത്, ഞാൻ അദ്ദേഹം ഛർദ്ദിക്കുന്നതായി കണ്ടു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ 2 ആളുകളോട് പ്രതികരിച്ചത്, മദ്യപിക്കാതെ ഛർദ്ദിക്കുകയില്ലല്ലോ എന്നാണ്. ഈ സംസാരം നടക്കുന്ന സമയത്ത് ആ സദസ്സിൽ അലി റളിയല്ലാഹു അൻഹുവും ഹസൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവും ഒക്കെ അവരുടെ കൂടെയുമുണ്ട്. അവിടെ ഈ സ്വഹാബികളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് ആരോപണ വിധേയനായ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവാക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാർ പറയുകയാണ് വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള ഈ ഒരു സാക്ഷികളുടെ കാര്യത്തിൽ പല പ്രമുഖരും അത് കള്ളസാക്ഷ്യമാണ് എന്ന സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ആരോപകരായ ആളുകളുടെ സാക്ഷ്യം മുഖവിലക്കെടുത്തുകൊണ്ട് തൻ്റെ കുടുംബത്തിൽപ്പെട്ട വലീദ് റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ സാക്ഷികൾ അവർ സത്യസന്ധരല്ല, ആക്ഷേപ വിധേയരായ ആളുകളാണ് എന്നതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എന്നിട്ടും സഹോദരങ്ങളെ, തൻ്റെ ബന്ധുവാണ് എന്ന കാരണത്താൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള സാക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശിക്ഷ നടപ്പിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് ബന്ധുക്കളെ അന്യായമായി സഹായിച്ചവനാണ് എന്ന് ആക്ഷേപിക്കാൻ സാധിക്കുക? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശിക്ഷിക്കുകയും കൂഫയിലെ ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇവരുടെ ഭാഷയിൽ തെറ്റുകാരനാകുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യോഗ്യതയുമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം അടയാളപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബന്ധുവായിട്ടും ഒരു ഗവർണറായിട്ടും ശിക്ഷ നടപ്പിലാക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നതാണ് ആ യോഗ്യതയ്ക്കുള്ള കാരണം സഹോദരങ്ങളെ. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെ വിമർശിക്കാനുള്ള ഒരു വകയും ഈ 5 ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. സഹോദരങ്ങളെ, നമ്മളിവിടെ ശരിക്കും മനസ്സിലാക്കണം, ഏത് വ്യതിയാന കക്ഷികളും എത്ര തന്നെ വിമർശനങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മേലിൽ ആരോപിക്കുമ്പോഴും ആ ആരോപണങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സത്യം ബാക്കിയാകും. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം ഇത്തരം കള്ളപ്രചരണങ്ങൾ കൊണ്ടൊന്നും കുറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആരോപണങ്ങളുടെ പൊള്ളത്തരങ്ങൾ മറനീങ്ങി ആ മഹാനായ സ്വഹാബിയുടെ മഹിമയാണ് അവിടെയെല്ലാം തെളിഞ്ഞ് പ്രകാശിച്ചു കൊണ്ടിരിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മളെയുമൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം കനിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറത്തുൽ ഇൽം